ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ ആശുപത്രിക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. മക്കൾക്ക് വേണ്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ. രണ്ട് തുപ്പികൾ, അതുപോലെ ടർക്കി, പിന്നെ മക്കൾക്ക് വേണ്ട ഡ്രസ്സുകൾ, കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, പ്രസവിച്ച് ഉടനെ ഇട്ട് കൊടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, പിന്നെ ശരീരം എല്ലാതും കവർ ചെയ്യണ ഒരു ഡ്രസ്സിൽ കാലും കൈയൊക്കെ നന്നായി കവർ ചെയ്യണ ഡ്രസ്സ്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു 4 കൂട്ട് മേടിച്ചിട്ടോ. പിന്നെ ഇതാ ടർക്കി വെച്ചു. പിന്നെ പാമ്പേഴ്സ് പിന്നെ മസ്റ്റാണ്. അത് ഇനി കുറേ വേണ്ടി വരും. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ഒരു പാക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തോർത്തുമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തോർത്തുമുണ്ട് വേണ്ട, എന്നാലും ജസ്റ്റ് വെച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ വെച്ചതാണ് കേട്ടോ. പിന്നെ എന്താ വൈപ്സ്, 2 പാക്കറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് മീഷോന്ന് മേടിച്ചത് കേട്ടോ, നല്ല ചീപ്പ് റേറ്റിന് കിട്ടി. അപ്പോൾ ഞങ്ങളത് മേടിച്ചു. അത് കഴിഞ്ഞിട്ടോ മക്കളെ സെറ്റാക്കി വെച്ചു. അടുത്തത് ആതിരയുടെ സാധനങ്ങൾ കേട്ടോ. തുണികൾ വെച്ചു. തുണികൾ പിന്നെ വേണമല്ലോ, തുണി വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ് അവിടെ പുതയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് വെച്ചു. പിന്നെ 2-3 നൈറ്റ് വെച്ചു. അത് വേണ്ടി വരും. സിസേറിയനായ കാരണം കുറച്ച് ഒരു 7 ദിവസമെങ്കിലും അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചാരു ഒന്നും എടുത്ത് വയ്ക്കാൻ സമ്മതിക്കലൊന്നും ഇല്ല കേട്ടോ. ആൾ കളിക്കുകയാണ്, മേമയുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ വേണ്ട അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ തോർത്ത് വെച്ച്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കുന്ന പാഡില്ലേ, ഈ പാഡ് അത് ഞങ്ങൾ മേടിച്ചത്. ഒരെണ്ണം മേടിച്ചാൽ ഒന്ന് ഫ്രീ ആട്ടോ. അതിന് 80 രൂപയാണ് കേട്ടോ. ഞങ്ങൾ അതും വാങ്ങി. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാഫറി മേടിച്ചു കേട്ടോ. 2 വെച്ച് മേടിച്ചു ഞങ്ങൾ. ഇനി എങ്ങനെയാണ് എന്താണ് അവൾക്ക് കംഫർട്ടായിട്ട് പറ്റുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് 2ഉം ഞങ്ങൾ മേടിച്ചു. പിന്നെ ബ്രഷ്, പേസ്റ്റ്, പാരച്യൂട്ട്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫയൽ. അത് എടുത്ത് വയ്ക്കാൻ മറക്കരുത്. കാരണം വേറെ എന്ത് എടുത്ത് വയ്ക്കാൻ മറന്നാലും ഈ ഫയൽ ഇമ്പോർട്ടൻ്റ്, അതാണ് ആദ്യം എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ ഇതാ ഹാൻഡ് ബാഗിലാട്ടോ അതൊക്കെ വെച്ച്. മെഡിസിനും പിന്നെ ഫയലും അതൊക്കെ ഹാൻഡ് ബാഗിലിട്ട് വെച്ച്. ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ തലേ ദിവസം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ ഇത് ഇവർക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ് ഈ ബാഗിലുള്ളതൊക്കെ. അങ്ങനെ ബാഗ് അതൊക്കെ റെഡിയാക്കി ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. ഒരാഴ്ച അവിടെ കിടക്കണം. എന്താ വെച്ചാൽ അത് സ്കാനിങ്ങും ഉണ്ണിയാളെ അതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ആഴ്ചയാണ് സിസേറിയൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുള്ളത് ഡോക്ടർ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അത് യാത്ര പറയാണ് കേട്ടോ. വേദുവിനോടും ചാരുവിനോടൊക്കെ യാത്ര പറയും. 2ആളും അപ്പം എണീച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവൾ ഇറങ്ങിയായി. അമ്മമ്മോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയായിട്ടാ. ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം എത്താനായി ഗൈസ്. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ ഞങ്ങളെ മക്കൾ വരാൻ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ അടുത്ത വീഡിയോയിൽ 2 ഗസ്റ്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.